കോൺസ്റ്റിപ്പേഷനും പൈൽസും ഉള്ള ഒരാൾ ഫുൾ ദേഷ്യമായിരിക്കും. ബ്രത്ത് വർക്ക് എന്ന് പറയുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് മെഡിസിനാണ്. അതിനി ആരും ഇതിനകത്ത് ഒരു തർക്കിക്കാനായിട്ട് രാഹുൽ നടുനിവർത്തിയിരിക്കുക. അതേപോലെ തന്നെ ഒരു കൈ ചെസ്റ്റിൽ വയ്ക്കുക, മറ്റേ കൈ വയറിൽ വയ്ക്കുക. സഫോക്കേറ്റഡ് ആവുകയാണ്, ഇമോഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ, ഈവൻ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് പോലും ബ്രത്ത് വർക്ക് ഇറ്റ്സ് എ പാർട്ട് ഓഫ് മെനി ക്യാൻസർ റിസർച്ച് ക്യാൻസർ സെന്റേഴ്സ്. 40 കഴിഞ്ഞ വിഷയമാണ്. അപ്പോൾ പലപ്പോഴും ആളുകൾക്ക് 40 കഴിഞ്ഞാൽ ആക്ച്വലി സൂപ്പർ ലൈഫാണ്. മൂവ്മെൻറ്റും കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും സുഖമായിട്ട് നടക്കാം. മാം, ഈ ഗട്ട് ബ്രെയിൻ ആക്സസ്, ഇപ്പോൾ മാം പറയുന്ന ഏകദേശം ഇൻ്റർവ്യൂവിലാണെങ്കിലും റീൽസിലാണെങ്കിലും എല്ലാം ഏറ്റവും കൂടുതലും വരുന്നത് ഈ ഗട്ട് ബ്രെയിൻ ആക്സസ് ആണ്. വയറും ബ്രെയിനും തമ്മിലുള്ളൊരു ബന്ധം. ഇത് യഥാർത്ഥത്തിൽ എന്താണ് ഇത് തമ്മിലുള്ള ഒരു ബന്ധം? ഇത് എങ്ങനെയാണ് നമ്മൾ അനാലിസിസ് ചെയ്തിട്ട് ആളുകൾക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മെയിൻ ടോപ്പിക് ആവാൻ കാരണം തന്നെ അത്രയും നമ്പർ ഓഫ് പേഷ്യൻസ് എൻ്റെ അടുത്തേക്ക് ആ ഒരു പ്രോബ്ലം വന്നപ്പോൾ എനിക്കുണ്ടായ ക്യൂരിയോസിറ്റി, അതുപോലെ അതിനകത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു എക്സ്പീരിയൻസും ഇപ്പം അതിനകത്താണ്. അപ്പം ഗട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറ്റിലൂടെ നമ്മളത് ശരിയാക്കുകയും, ബ്രെയിൻ എന്ന് പറയുന്നത് യോഗയിലൂടെയും എന്നുള്ള. അപ്പം ഡയറ്റും യോഗയും എന്ന് പറയുന്നത് എൻ്റെ ഒരു സിസ്റ്റത്തിലെ ഏറ്റവും അനിവാര്യമായ 2 കാര്യങ്ങളാണ്. അപ്പം എൻ്റെ 90% പേഷ്യൻസും വയറിൻ്റെ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് വരുന്ന ഈ 90% ആൾക്കാരിലും ആങ്സൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ, ഈ 2 ഏതെങ്കിലും ഒരു ഭാവം അതിനകത്തുള്ളതാണ്. അപ്പോൾ ഈ ആങ്സൈറ്റി വരുന്നത് മിക്കപ്പോഴും പലപ്പോഴും പറയും അത് അവരുടെ പല വൈറ്റമിൻസും മിനറൽസിൻ്റെയും ഡെഫിഷ്യൻസി ഇവിടെ വരുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് മാറ്റാം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വേഗൽ നെർവ് എന്ന് പറഞ്ഞൊരു നെർവുണ്ട്. അത് ശരീരത്തിലെ ഏറ്റവും നീളമുള്ള ഞരമ്പാണ് വേഗൽ നെർവ് എന്ന് പറയുന്നത്. ഈ വേഗസ് നെർവ് നമ്മളുടെ വയറിലേക്കും തലച്ചോറിലേക്കും കണക്റ്റഡ് ആണ്. അപ്പം നമ്മൾക്ക് എല്ലാ സെൻസേഷൻസും, നമുക്കിപ്പോൾ ആഹാരം കഴിച്ചില്ല, ആഹാരം കഴിക്കാത്തപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ദേഷ്യം വരുന്നത്? അപ്പം എല്ലാ വികാരങ്ങളും ഡൈജഷനും ഈ ഒരു മൈൻഡുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അത് കൂടാതെ കുടലിൽ ആണ് ഏറ്റവും കൂടുതൽ, കുടലിനെ എന്താണ് അറിയുന്നത്, സെക്കൻഡ് ബ്രെയിൻ എന്നാണ് പറയുന്നത്. അപ്പം അത് വേറൊരു ഉദാഹരണമാണ്. അപ്പം നമ്മളുടെ സെറട്ടോണിൻ എന്ന് പറയുന്നതും ഡോപ്പമിൻ എന്ന് പറയുന്ന 2 ഹാപ്പി ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നത് കുടലിൻ്റെ വാൾസിൽ നിന്നാണ്. അപ്പം സെറട്ടോണിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോൾ ഇങ്ങനെ മന്ദഗതിയിലാവും നമ്മുടെ ഇൻഡസ്റ്റൈൻ. ഇത് വരുമ്പോൾ എന്ത് പറ്റും, ഒരു വ്യക്തിക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. ആ സെറട്ടോണിൻ്റെ ഉൽപ്പാദനം കൂടുമ്പോൾ ഇതിൻ്റെ ചലനം കൂടും, പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് കൂടും. അന്നേരം എന്ത് പറ്റും, ലൂസ് ടൂൾസ് ഉണ്ടാവും. ഈ 2 ശരിയല്ല. അപ്പോൾ നമുക്ക് ഒന്നാമത് അവിടെ തൊഴിലാളികളില്ല പണിയെടുക്കാൻ. അപ്പോൾ നമുക്ക് നല്ല ബാക്ടീരിയസിൻ്റെ ഉൽപ്പാദനം അവിടെ കൂട്ടണം. അതായത് ചെറുകുടലിലുള്ള ബാക്ടീരിയയുടെ എണ്ണം കൂട്ടണം എന്ന് അർത്ഥം. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ പറഞ്ഞ പോലെ ലാക്ടോബാസിലസ്, റോട്ടറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ബാസിലസ്, ലാക്ടോബാസിലസ് ബാക്ടീരിയ, അതിൻ്റെയൊക്കെ ഒത്തിരി സ്ട്രെയിൻസ് ഉണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പല അവിടെയുള്ള ഗുഡ് ബാക്ടീരിയാസിൻ്റെ എണ്ണം കൂട്ടാനും പ്രോബയോട്ടിക്കുകൾ ഇത് ചെയ്യില്ല. അതേപോലെ പ്രീബയോട്ടിക്കും വേണം. എപ്പോഴും പ്രോബയോട്ടിക് എന്നല്ല കേട്ടിട്ടുള്ളൂ. പ്രീബയോട്ടിക് എന്ന് പറയുന്ന ഫൈബർ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ കൊടുക്കുന്നതിനൊപ്പം ഈ ബാക്ടീരിയ നമ്മൾ ഫീഡ് ചെയ്യണം. അവിടെ തൊഴിലാളികളെ കൊണ്ടുവന്നു, പക്ഷെ ഇവർക്ക് ഭക്ഷണം കൊടുക്കണം. നമ്മൾ ആ ഭക്ഷണം കൂടെ കൊടുത്താലാണ് ഇവരുടെ നല്ല പണികൾ ഇവർ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇവർ മോളിൽ നിന്ന് ഫുഡ് വന്നു, എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. അപ്പോൾ ആൾക്ക് കോൺസ്റ്റിപ്പേഷൻ വരും. അല്ലെങ്കിൽ പറയും ഇതൊന്നും ഇത് ചെയ്യാൻ നേരെ പൊക്കോളാൻ പറയും താഴത്തേക്ക്. അപ്പോൾ ലൂസ് ടൂൾസോ. ഇങ്ങനെ 2 രീതിയിൽ വന്നാലും ഒരു വ്യക്തി എന്താവും, അപ്സെറ്റ് ആവും. ഒരു വ്യക്തി ഇപ്പം നിങ്ങൾ തന്നെ നിങ്ങളുടെ ഓഫീസിലുള്ള കുറച്ച് ആൾക്കാരെ നോക്കുകയാണെങ്കിൽ, ഒരു പറയില്ല കോൺസ്റ്റിപ്പേഷനും പൈൽസും ഉള്ള ഒരാൾ ഫുൾ ദേഷ്യമായിരിക്കും. അവർക്ക് വയറിൻ്റെ ശോധന കറക്റ്റ് അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യമായിരിക്കും. നന്നായിട്ട് രാവിലെ മോശം പോയ ഒരാൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഹാപ്പിനെസ്സിന്. അപ്പോൾ ഞാനൊരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, സന്തോഷം തരുന്ന ബാക്ടീരിയകളെ പറ്റി കേട്ടിട്ടുണ്ടോ എന്ന്. അതായത് ഡയാലിസ്റ്റും കോപ്രോകോക്കസ് എന്ന് പറയുന്ന 2 ബാക്ടീരിയകളുടെ ആബ്സെൻസ് കൊണ്ടാണ് ഡിപ്രഷൻ ഉണ്ടാവുന്നത് എന്നുള്ളൊരു പഠനം. സന്തോഷം തരുന്നത് ബാക്ടീരിയയാണ്, ഡിപ്രഷൻ തരുന്നത് ബാക്ടീരിയയാണ്. അതെ, ഡിപ്രഷൻ തരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ കാരണം എന്ന് പറയുന്ന സെറട്ടോണിൻ പോലത്തെ ഉൽപ്പാദനം കുറയുമ്പോഴാണ്. ഇത് 2 കാര്യങ്ങളാണ്. ഞാൻ പറയുന്നത് സന്തോഷം തരുന്ന ബാക്ടീരിയകളുടെ ആബ്സെൻസ് ഡിപ്രഷനിൽ കാരണമാവുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഗവേഷണം നടത്തിയ ഒരു പേപ്പർ
ഞാനൊരു ഇതിനകത്ത് വിത്ത് പേപ്പറോടുകൂടി അതൊരു ഒരു ഇംഗ്ലീഷ് ജേണലാണ്, അതിനകത്ത് വന്ന ഒരു പഠനം ചെയ്തിട്ട് ഈ ഡയാലിസ്റ്ററും കോപ്രോകോക്കസും ചെക്ക് ചെയ്യാൻ പോയ കുറേ വ്യക്തികളുണ്ട്. അവരെന്നിട്ട് എൻ്റെ ആ വീഡിയോയുടെ താഴെ ഡോക്ടറെ ഞാൻ ചെക്ക് ചെയ്തു, എൻ്റെ ആബ്സെൻ്റ് ആയിരുന്നു, എനിക്ക് വെറുതെ ഡിപ്രഷൻ വന്ന് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് നോക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാനൊരു രസകരമായ ഒരു റിസർച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഒത്തിരി നമ്മളങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ പല പ്രശ്നങ്ങളും നമ്മൾ കാണും. പക്ഷെ ഒരാളെ നിരന്തരമായിട്ടൊരു കാര്യം, നിങ്ങൾക്ക് സ്ഥിരമായിട്ടൊരു ആങ്സൈറ്റി ഉണ്ട്, നിങ്ങൾക്ക് സ്ഥിരമായിട്ട് എല്ലാത്തിലും നിങ്ങളൊരു വിഷാദ ഒരു ഇതാണ്, നിങ്ങൾക്കൊരു നിങ്ങളുടെ ലൈഫ് മുമ്പോട്ട് പോകുന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മളതൊക്കെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ ഇപ്പോൾ വല്ലപ്പോഴും വന്നൊരു സ്ട്രെസ്സിന് വേണ്ടിയിട്ടൊന്നും ഓടിപ്പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഡിപ്രഷന് കാരണം. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഗട്ട് ബ്രെയിൻ ആക്സിസിനെ കറക്റ്റ് ആക്കുന്നത് ഫുഡ് കൊണ്ടും യോഗയിലെ ബ്രെത്ത് വർക്കുകളും ഉണ്ടാകും, യോഗ അഭ്യാസങ്ങളും കൊണ്ടല്ല. ബ്രെത്ത് വർക്ക് എന്ന് പറയുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് മെഡിസിനാണ്. അതിനി ആരും ഇതിനകത്ത് ഒരു തർക്കിക്കാനായിട്ട് വരിക വേണ്ടെന്ന് ഞാൻ പറയും. കാരണം അത്രയേറെ നമുക്ക് സയൻറ്റിഫിക് റിസർച്ചുകൾ ഇതിനകത്ത്. എങ്ങനെയാണ് ശ്വാസത്തിന് ഒരാളെ മാറ്റാൻ കഴിയുന്നത്? ഇപ്പം ഞാൻ അതിനകത്തൊരു ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നാഗവല്ലിയുടെ ബ്രത്ത് എങ്ങനെയാണെന്നുള്ളത്. അപ്പം വിടമാട്ടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും അവരുടെ ബ്രത്ത് വർക്ക് വരുന്നത്? ബ്രത്ത് ഭയങ്കര ശ്വാസം. അതിൻ്റെ അർത്ഥം എന്താ? അവർക്ക് ദേഷ്യം വരുമ്പോൾ എന്തുകൊണ്ടാണ് അവരുടെ ബ്രീത്ത് കൂടുന്നത്? അതുമായിട്ട് എന്താ ബന്ധം? ഇമോഷനും ബ്രീത്തുമായിട്ട് എന്താ ബന്ധം? അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതേസമയം ഒരു കുഞ്ഞ് വാവെ അമ്മ ഉറക്കുവാണ്, കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും വളരെ ലൈറ്റ്, ആരും മിണ്ടാൻ പാടില്ല, കുഞ്ഞുറങ്ങുവാണ്, അങ്ങനെ വളരെ ഇതായിട്ടുണ്ട്. അപ്പോൾ ആ അമ്മ ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ അമ്മ കുഞ്ഞുവാവെ ഉറക്കുന്നത്? അല്ലല്ലോ. ആ കുഞ്ഞെങ്ങനെയായിരിക്കും? വളരെ ലൈറ്റായിട്ട് അവരുടെ രണ്ടുപേരും ബ്രത്ത് എങ്ങനെയായിരിക്കും? സിങ്ക് ചെയ്യുന്ന രീതിയിലായിരിക്കും. ഇത് മാത്രമാണ് എനിക്ക് കോമൺ മാനെ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം ഞാൻ റിസർച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ മുഴുവൻ എസ്പെഷ്യലി ഈ ഒരു സമൂഹത്തിൽ പറയുന്നവരാണ്. കാരണം ഒരിക്കലും ഇത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വില ഉണ്ടാവണമെങ്കിൽ അങ്ങ് അമേരിക്ക ചെല്ലണം എന്ന്. നമ്മളുടെ മുഴുവൻ യോഗ ആരാണ് ശരിക്കും ഡ്രെയിൻ ചെയ്തിരിക്കുന്നത്? അവിടെ ഇപ്പോൾ BKS അയ്യങ്കറിൻ്റെയും ഇങ്ങനെയുള്ള എല്ലാ യോഗകളുടെയും ഏറ്റവും കൂടുതൽ മണി മേക്കിംഗ് ആയിട്ട് ചെയ്യുന്നത് പുറത്തുള്ളവരാ. നമ്മൾക്ക് ഒരു കാര്യത്തിനെയും വിലയില്ല, നമ്മളുടെ സംസ്കാരത്തിനെയും നമ്മുടെ കൾച്ചറിനെയും ഒന്നും നമുക്ക് വിലയില്ല. നമ്മളിപ്പോഴും അമേരിക്കൻ മറ്റേ ഡ്രസ്സുകളും അതുപോലെ തന്നെ ട്രാക്ക് സ്യൂട്ടുമാണ് നമ്മൾ യോഗയ്ക്ക് പോലും ഇടുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് നമ്മളുടെ സംസ്കാരത്തിൽ നല്ല കോട്ടൺ ഡ്രസ്സുകളും ലൂസായിട്ടുള്ള വസ്ത്രങ്ങളുമാണ് യോഗ വെയർ എന്ന് തന്നെ പറയുന്നത്. ഇപ്പം ഞാൻ അതിനകത്തേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ബ്രത്തിനെ പറ്റിയാണല്ലോ പറഞ്ഞത്. അപ്പം ഇമോഷൻസും ബ്രത്തുമായിട്ട് വളരെയേറെ ബന്ധമുണ്ട്. അപ്പോൾ ബ്രത്ത് ഇസ് ആക്ച്വലി ആൻ ഇൻഡയറക്റ്റ് വേ ടു കൺട്രോൾ യുവർ ഇമോഷൻസ് എന്ന് പറയും. നിങ്ങൾ നിങ്ങളുടെ ബ്രത്തിനെ ഒന്ന് നിയന്ത്രിച്ച് നോക്കൂ, ഓട്ടോമാറ്റിക്കലി ഇപ്പം തന്നെ രാഹുൽ ചെയ്ത് നോക്കിക്കോ. അതായത് രാഹുൽ നടുനിവർത്തിയിരിക്കുക, അതേപോലെ തന്നെ ഒരു കൈ ചെസ്റ്റിൽ വയ്ക്കുക, മറ്റേ കൈ വയറിൽ വയ്ക്കുക. അപ്പോൾ ഈ വയറിൽ വെച്ചിരിക്കുന്ന കൈയിൽ അതിനകത്തേക്കൊന്ന് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ ആ വയറ് ആ കൈയിലേക്ക് വീർക്കുന്നതായിട്ടും അത് പൂർവാവസ്ഥയിലേക്ക് ആവുന്നത് ഒന്ന് വളരെ ലൈറ്റായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ശ്വാസം ഫുള്ളായിട്ട് എടുക്കാനായിട്ടും ശ്രദ്ധിക്കുക. നമ്മൾ മുഴുവൻ ചെസ്റ്റ് വികസിപ്പിച്ചു, അതിനുശേഷം വളരെ റിലീസ് ചെയ്ത് നമ്മൾ നമ്മുടെ ബോഡിയെ നോർമൽ പൊസിഷനിലേക്ക് എത്തിച്ചു. എഗെയിൻ ഇൻഹേൽ ആൻഡ് എക്സേൽ. ഇനി നോർമൽ ബ്രീത്തിങ്ങിലേക്ക് പതുക്കെ വരും. ഡീപ്പ് ബ്രീത്തിങ് വേണ്ട, വളരെ ലൈറ്റായിട്ട് ബ്രീത്തിങ്ങിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കും പതുക്കെ യു ക്യാൻ ഫീൽ ദാറ്റ് യുവർ ഹാർട്ട് റേറ്റ് ഈസ് കാമിങ് ഡൗൺ ആൻഡ് ബ്രീതിങ് റേറ്റും എല്ലാം ഇങ്ങനെ കാമാവുന്നതായിട്ട് നമുക്കറിയാനായിട്ട് സാധിക്കും. നമ്മളുടെ ബ്രത്ത് എങ്ങനെയാണ് പോകുന്നത്, നമ്മളുടെ മൂക്കിലൂടെ അത് ലങ്സിലേക്ക് വരുന്നതായിട്ടും അതിൻ്റെ ഒരു പാത്ത് നമ്മളൊന്ന് ചെറുതായിട്ട് ശ്രദ്ധിക്കുക. വളരെ സാവധാനം കണ്ണൊന്ന് തുറക്കുക. ഇപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് വരുന്ന വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിനെപ്പറ്റി ഇപ്പോൾ എങ്ങനെയാണ് ഇമോഷൻസും അതുപോലെ ബ്രത്തും തമ്മിലുള്ള വ്യത്യാസം എന്ന ഒരു ഫ്യൂ സെക്കൻഡ്സ് കൊണ്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കണം.
അപ്പം ഇതുപോലെയാണ്. അപ്പോൾ ആ ബ്രെത്ത് എന്ന് പറയുന്നത് എന്താണ് സംഭവിക്കുന്നത്? ഇപ്പം ഡബിൾ ഓക്സിജൻ ആൻഡ് എക്സലേഷൻ എന്ന് പറയും. അതായത് ചില സമയത്ത് നിങ്ങൾ ഭയങ്കര സഫോക്കേറ്റഡ് ആവുകയാണ്, ഇമോഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ എന്ന് പറയും, ചെയ്തു നോക്കിക്കോ. അതായത് ഡബിൾ ഇൻഹലേഷൻ, അതായത് ഇൻ ഔട്ട്. അപ്പോൾ എന്ന് വെച്ചാൽ എക്സസ് കാർബൺ ഡൈ ഓക്സൈഡ് പോകുന്തോറും നമ്മളുടെ സ്ട്രെസ്സിൻ്റെ അളവും അവിടെ കുറയുകയാണ്. നമ്മൾ കൂടുതൽ ഓക്സിജനേഷനാണ്. അതായത് ഈവൻ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് പോലും ബ്രെത്ത് വർക്ക് ഇറ്റ്സ് എ പാർട്ട് ഓഫ് മെനി ക്യാൻസർ റിസർച്ച് ക്യാൻസർ സെൻറ്റേഴ്സ്. കാരണം അവർ ഓക്സിജനേഷൻ പ്രദാനം ചെയ്യുന്ന ഒന്നായിട്ടാണ് പ്രാണായാമത്തിനെ കണക്കാക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെയല്ല പുറം രാജ്യങ്ങളിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. ബ്രെത്ത് വർക്കും റിലാക്സേഷൻ ടെക്നിക്കുമാണ് അവർ കീമോതെറാപ്പി കഴിഞ്ഞ പേഷ്യൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഓക്സിജനേഷൻ ഓഫ് ഈച്ച് ആൻഡ് എവറി സെൽസ് അവിടെ നടന്നു കഴിഞ്ഞു. അതുകൂടാതെ നിങ്ങളുടെ ബ്രെത്ത് കൺട്രോൾ ചെയ്തപ്പോൾ എന്ത് പറ്റി? ബ്രെയിൻ കാമായത് ശ്രദ്ധിച്ചോ? അപ്പം ഇതാണ് അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ ചില സമയത്ത് പല ഗേഷ്യസ് എക്സ്ചേഞ്ച് കൊണ്ട് നമുക്ക് ചെറുതായിട്ടൊരു എന്താ പറയുക, ഡ്രഗ് ഫീലിംഗ് ഇല്ലേ, നമ്മൾ ആ ഒരു ഫീലിംഗ് കൂടെ നമുക്കിവിടെ വരുമ്പോഴാണ് ആ വ്യക്തി വേറൊരു സ്റ്റേറ്റിലേക്ക് പോകുന്നതെന്ന് പറയുന്നത്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സാധനം, ഒരു സബ്സ്റ്റൻസ് കൊടുത്തിട്ട് വേണ്ട നമ്മളുടെ ശരീരത്തിനെ ഇത് ചെയ്യാനായിട്ട്. നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വെറും ബ്രെത്ത് വർക്കുകൾ കൊണ്ട് തന്നെ ആ ആൾക്ക് ആ ഒരു സ്റ്റേറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും, ഹാപ്പിനെസ് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ബ്രെത്ത് ഇസ് ആക്ച്വലി എ കീ ടു യുവർ ഇമോഷൻസ്. ഒരു സംശയത്തിൻ്റെ ഇടയിൽ ഈ ക്രിയായോഗ എന്ന് പറയുന്ന ടെക്നിക്കുകൾ ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ള സ്പീഡായിട്ടുള്ള അതിനകത്ത് ഞാൻ തെറാപ്യൂട്ടിക് യോഗ അല്ല ഞാൻ ചോദിച്ചത്, അപ്പോൾ അവർക്ക് കിട്ടുന്ന അതേ ഫീറ്റ് നമ്മൾ ഈ ബർത്ത് ചെയ്യുമ്പോൾ നമുക്ക് ആ ഓക്സിജൻ ഉണ്ടാകുന്ന വ്യത്യാസമാണ് അവർക്ക് യഥാർത്ഥത്തിൽ ലഭിക്കുന്നത്. അത് അത് ശരി തന്നെയാണ്. അത് ആ ബ്രെത്ത് വർക്കിലൂടെ തന്നെയാണ് അവർക്ക് അങ്ങനത്തെ പല കാര്യങ്ങളും ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഒരിക്കലും ഇതൊന്നും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരാളല്ല. അതായത് നമുക്ക് തെറാപ്പറ്റിക് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇത്തരത്തിലുള്ള ഇന്റർവ്യൂകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവര് പറയുന്നത് ഇത്തരത്തിൽ സ്പീഡായിട്ട് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നമുക്ക് യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നതൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം അതും ഈ ഓക്സിജനുമായിട്ടുള്ള ബന്ധമാണ് യഥാർത്ഥത്തിൽ ഇതിൽ സംഭവിക്കുന്നത്. പല ഗേഷ്യസ് എക്സ്ചേഞ്ചുകൾ തന്നെയാണ്. അതായത് പല നമ്മളുടെ ഉള്ളിൽ പുറപ്പെടുവിക്കുന്ന പല കെമിക്കൽ റിയാക്ഷൻസ് ആണ് അവിടെ നടക്കുന്നത്. പക്ഷെ ഞാൻ പറയാം, ഒന്നും ഓവർ ആവാതിരിക്കുക. കാരണം നമുക്ക് ഒരു സാധാരണ ജീവിതം മതിയെങ്കിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ മുമ്പിലേക്ക് വരുന്നത് പേഷ്യൻസാണ്. ആ പേഷ്യൻസിന് ചിലപ്പോൾ ഒരു ഹാർട്ട് എയിൽമെൻ്റ് ഉള്ള ഒരാളായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് COPD അല്ലെങ്കിൽ ചെസ്റ്റിൻ്റെ എന്തെങ്കിലും. ഈ ആൾക്കൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ എക്സാജറേറ്റഡ് മൂമെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെന്നല്ല ആരും തന്നെ വരാണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു കോമൺ മാന് വേണ്ടത്, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിന് എന്താണോ വേണ്ടതെന്നുള്ള വളരെ മിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ, ഈവൻ സൂര്യ നമസ്കാരം പോലും ഞാൻ ആരെ കൂടുതൽ ചെയ്യിപ്പിക്കില്ല. എന്തിനാണ് ഓവറായിട്ട് എക്സാജറേറ്റ് ചെയ്ത് ആരെ കാണിക്കാനാണ്? ശരിക്കും പറഞ്ഞാൽ നമ്മളെ ബോധ്യപ്പെടുത്തുക. അല്ല, അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ യോഗയെ പറ്റി ഇതെല്ലാം പറയുമ്പോഴും മാം ജിമ്മിൽ പോകുന്ന വീഡിയോസ് ഇടാറുണ്ട്. ഇപ്പോൾ ജിമ്മുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ സാധാരണ യോഗ ചെയ്യുന്ന ആളുകൾ പറയും ബാക്കിയൊന്നും ശരിയല്ല, യോഗ ചെയ്താൽ മതി, ബാക്കിയെല്ലാം ആവും. അപ്പം പക്ഷെ മാം ജിമ്മിൽ പോകുന്നുണ്ട്, മറ്റു കാര്യത്തിനും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ പറയും. കാരണം എന്ന് വെച്ചാൽ മനുഷ്യന് ഒറ്റൊരു ജീവിതമുള്ളൂ. ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്, എനിക്ക് യോഗിനി പട്ടൊന്നും തരണ്ട. ഞാൻ യോഗിനിയല്ല, ഞാൻ യോഗ തെറാപ്പിസ്റ്റാണ്. ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻഡിക്കേറ്റഡ് എന്ന് പറയുന്ന ഒരു മീഡിയേറ്റർ മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് വലിയ വലിയ പട്ടങ്ങളൊന്നും തന്ന് ഞാൻ ഭയങ്കര ശുദ്ധ വെജിറ്റേറിയൻ ആണെന്നോ അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഒന്നും ക്ലെയിം ചെയ്യാറില്ല. ഞാൻ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചിരുന്നെങ്കിൽ എനിക്ക് കുട്ടികൾ 2 പേരുണ്ടാവില്ല. അപ്പോൾ ഞാൻ വെജിറ്റേറിയൻ പാലിക്കാത്ത, എൻ്റെ ശുദ്ധ വെജിറ്റേറിയൻ ഫാമിലിയാണ്. പക്ഷെ ഞാൻ വെജിറ്റേറിയനെ ഭേദിച്ചുകൊണ്ട് നോൺ വെജിറ്റേറിയൻ കഴിക്കുകയും കല്യാണം കഴിക്കുകയും 2 കുട്ടികളാവുകയും എല്ലാം ചെയ്ത ഒരു യോഗ മീഡിയേറ്റർ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ യോഗ മെക്കാനിക് എന്ന് വേണമെങ്കിൽ വിളിച്ചു. ഇതാണ് യോഗയുടെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം ആഹാരത്തിൻ്റെ കാര്യം, അല്ലെങ്കിൽ ജിമ്മിൻ്റെ കാര്യം. ജിമ്മിന് എന്താണ് പ്രശ്നം? ഞാൻ അതുകൊണ്ട് തന്നെയാണ് ജിമ്മിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഞാൻ ആ പോസ്റ്റ് ചെയ്തതിൻ്റെ അടിയിൽ ആൾക്കാർ ചോദിക്കണം, യോഗ മാത്രം പോരെ, ഡോക്ടറിന് എന്തിനാണ് ജിമ്മ് ചെയ്യുന്നത്? ഞാൻ 40 കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ എൻ്റെ മസിൽസിന് കുറച്ചും കൂടിയും എനിക്ക് സ്ട്രെങ്തനിങ് ഇതിന് വേണ്ടിയിട്ട് ജിമ്മിൻ്റെ ആവശ്യമുള്ള സാധനം, എന്തിൻ്റെ നല്ല അംശം നമ്മൾ എടുക്കുന്നതിൽ എന്താ 40 കഴിഞ്ഞ വിഷയമാണ്. അപ്പോൾ പലപ്പോഴും ആളുകൾക്ക് 40 കഴിഞ്ഞാൽ ആക്ച്വലി സൂപ്പർ ലൈഫാണ്. അതിനെ നമ്മൾ എൻജോയ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ചെയ്താൽ മതി. കുറച്ച് ഡയറ്റ് നോക്കുക,
ഞാൻ എല്ലാ കാര്യങ്ങളും ഈ ഈ വീഡിയോ 40 കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഡെഡിക്കേറ്റ് ചെയ്യാം നമുക്ക് വീണ്ടും. അപ്പം കുറച്ച് എന്താ പറയണത്, ഞാൻ പറയണത് ക്രോണിക് ഡയറ്റിംഗ് ഒന്നും വേണ്ട, ഒരു വലിയ തെറ്റില്ലാത്ത രീതിയിൽ നമ്മൾ ഡയറ്റ് ചെയ്യുക, കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുക, ജിമ്മിൻ്റെ ഞാൻ പറയുന്ന യോഗ ആഴ്ചയിൽ 3 ദിവസം ചെയ്യുക, 2 ദിവസം നമ്മൾക്ക് കുറച്ച് 2-3 ദിവസം നമ്മൾ ജിമ്മ് ചെയ്യുക, ബാക്കിയത്തെ സമയങ്ങളിലൊക്കെ നമ്മൾ കുറച്ചൊരു വാക്കിങ്ങും മൂവ്മെൻറ്റും കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും സുഖമായിട്ട് നടക്കാം.